കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയ്ക്കടുത്തുള്ള കോട്ടാത്തല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ, അതായത് കൊല്ലത്ത് നിന്ന് ശാസ്താംകോട്ടയ്ക്ക് പോകുന്ന വഴിയിലാണ് ഈ കോട്ടാത്തല വലിയൊരു ഒരു അമ്പലമൊക്കെ ഉണ്ട്. അവിടെ പിന്നെ അവിടെ ഒരു തണ്ണീർ പന്തലിൽ ഇന്നലെ വലിയൊരു സമ്മേളനം നടന്നു. സമ്മേളന വിഷയം ഇത്രയേ ഉള്ളൂ. ഞാനിത് എല്ലാ അമ്പലങ്ങൾക്കും ബാധകമായതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അവിടെ ഉച്ചഭാഷണം ഉപയോഗിക്കുന്നു, മണിയടിക്കുന്നു, അലങ്കാര കയറ്റ് വയ്ക്കുന്നു, അലങ്കാര പന്തലിടുന്നു, ഇങ്ങനെ ഉള്ള കുഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. മണി അടിക്കുന്നത്, അമ്പലത്തിൽ മണിയടിക്കുക എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് മണിയടിക്കുന്ന, ആ മണി അടിച്ചതുകൊണ്ട് തൊട്ടയൽവക്കത്ത് വല്ല പ്രശ്നമുണ്ടോ? മണി അടിച്ചതുകൊണ്ട്. അത് മാത്രമല്ല, അവിടെ മൈക്ക് വയ്ക്കുന്നു, ചെറിയ വോളിയം ഒന്ന് കുറച്ച് വയ്ക്കാൻ പറഞ്ഞാൽ അമ്പലത്തിൽ ചെറിയ പാട്ട് വയ്ക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ബാങ്ക് വിളിക്കും. അതുകൊണ്ട് ഈ ലോകം എല്ലാം ഇടിഞ്ഞു വീഴുന്നതുകൊണ്ടുണ്ട്, ഒന്നുമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ അലങ്കാര പന്തലുണ്ടാക്കി, ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾക്കെതിരെ വലിയ ബഹളം ഉണ്ടാക്കി. അവസാനം അവിടെ സ്ത്രീകളും കുട്ടികളും എല്ലാം കൂടി നാമജപ ഘോഷയാത്ര നടത്തി വലിയ സമ്മേളനം നടന്നിട്ട് ഈ അമ്പലത്തിലെ കോട്ടാത്തല ക്ഷേത്രത്തിലെ തണ്ണീർ പന്തലിൽ ഇന്നലെ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിന് CPM അലങ്കോലമാക്കി. CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗവും മറ്റുള്ളവരെല്ലാം ചെന്ന് സ്ത്രീകളെ അടിക്കുന്നു, തല്ലുന്നു, ബഹളം ഉണ്ടാക്കുന്നു, ആളുകളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു, സ്റ്റേജിൽ കയറുന്നു, പോലീസ് വരുന്നു. എന്താണ് CPMന് പറ്റിയത്? ശരിക്കും പറഞ്ഞാൽ CPM മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിശ്വാസികളല്ല, CPM വിശ്വാസികളല്ല. വൈരുദ്ധ്യാത്മക ഭൗതികവാദം, ഡയലക്റ്റിക്കൽ ഇതൊക്കെ പറഞ്ഞ സഖാക്കൾക്ക് വല്ലതും മനസ്സിലാവുമോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ കേട്ടാൽ വല്ല മനസ്സിലാവുമോ സഖാക്കളെ? എന്നാലും ഞാൻ പറയാം. ഡയലക്റ്റിക്കൽ അല്ലെങ്കിൽ ഡോക്ടർ MP പരമേശ്വരൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് പ്രായമുണ്ട്. അത് എഴുതിയ കുറേ പുസ്തകങ്ങളുണ്ട്, ഒന്ന് വാങ്ങിച്ച് വായിക്കണേ. അല്ലെങ്കിൽ EMS ജീവിച്ചിരുന്നപ്പോൾ കുറേ പുസ്തകം എഴുതിയിട്ടുണ്ട്. K. ദാമോദർ കുറച്ച് പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നാണ്, വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നാണ് പറയുന്നത്. അതായത് ഒരു കാരണവശാലും ദൈവമില്ല, ആത്മാവില്ല, പ്രജ്ഞാവില്ല, ഒന്നുമില്ല. ആ പാഠം ഉള്ളത് ഈ ശാസ്ത്രവും ഈ പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും യുക്തിവാദികളോട് ചോദിച്ചാൽ അവരും പറഞ്ഞു തരാം. അവർക്ക് അറിയാമോ എന്തോ? അമ്മ ചുമ്മാ ഈ രാമായണത്തെയും മഹാഭാരതത്തെയും പള്ളു പറഞ്ഞു നടക്കുന്ന സമയത്ത് ഇതൊക്കെ അറിയാമെന്ന് അറിയില്ല, എന്നാലും അറിയാമായിരിക്കും. അങ്ങനെ അത് മാത്രം നിങ്ങൾ പ്രചരിപ്പിക്കുക. കാറൽ മാർക്സ്, ഇതെല്ലാം ലെനിൻ, എംഗൽസ്, ഇതൊക്കെയാണ് വേണ്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, CPM മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. 1970, 80 വരെ എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ വിദ്യാർത്ഥിയായിട്ടൊക്കെ വന്ന ആ കാലം വരെ, ഞാൻ ഈ നാട്ടിൻപുറത്താണ് ജനിച്ചത്. അവിടെയൊക്കെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കാറൽ മാർക്സിൻ്റെ ഒരു പടം മിക്ക വീടുകളിലും കാണും. പ്രത്യേകിച്ച് ഈഴവ വീടുകളിലാണ്, SNDPക്കാരുടെ വീടുകളിലാണ് ഇത് കാണുന്നത് കൂടുതൽ. കാരണം ഈഴവർ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ ഒരു കാറൽ മാർക്സിൻ്റെ പടം കാണും, P. കൃഷ്ണപിള്ളയുടെ പടമുള്ള വെച്ചിട്ട് വീടുകളുണ്ട്, AKGയുടെ പടം വെച്ച വീടുകളുണ്ട്, ലെനിൻ്റെ പടം വെച്ച വീടുകളുണ്ട്. അതങ്ങനെ അവർ കാണും. അവർ ദൈവത്തെ പോലെ അവർ ആരാധിക്കുകയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് ചവറ്റുകൂട്ടെ കളഞ്ഞിട്ട്, സോവിയറ്റ് യൂണിയനിൽ ലെനിൻ്റെ പ്രതിമ എടുത്ത് കളഞ്ഞതുപോലെ ഇതെല്ലാം എടുത്ത് ചവറ്റുകൂട്ടെ കളഞ്ഞിട്ട്, പിന്നെ അവർ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികളെയൊക്കെ വെച്ച് അങ്ങനത്തെ ആളുകളെയൊക്കെ വെച്ച് തുടങ്ങി, അയ്യാ ഗുരുവിനെയൊക്കെ. ഇപ്പം അതുമല്ല, ഇപ്പം അവർ കൃഷ്ണൻ, പിന്നെ അർജുനൻ, പിന്നെ അത് സീതാരാമൻ എന്നൊക്കെ പറയുന്ന പുതിയ ആളുകളാണ് വെക്കുന്നത്. അപ്പോൾ ആളുകൾ ഇങ്ങനെയൊക്കെയാണ്, അവർ വിശ്വാസികളാണെന്നേ. അവർ ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വാസികൾ. ഇപ്പോൾ ഓരോ അമ്പലങ്ങളിൽ പൊങ്കാല നടക്കുന്നു, എത്ര ലക്ഷം ആളുകളാണ് പോയി പൊങ്കാല ഇടുന്നത്. ശബരിമല സീസൺ നടക്കുന്നു, എത്ര കോടി ഭക്തരാണ് വരുന്നത്. ജനങ്ങൾ വിശ്വാസികളാണെന്നേ. അപ്പോൾ അവരെ തെറി പറയുക, അവരെ സമ്മേളനത്തിൽ പോയി വഴക്കുണ്ടാക്കുക, അവിടെ പോയി ഇരിക്കുക, ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളവിടെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്, കമ്മ്യൂണിസ്റ്റുകാർ അങ്ങോട്ട് തിരിഞ്ഞേ നോക്കരുത്. പ്രത്യേകിച്ച് അനുഭാവികളുമായിട്ട് പോട്ടെ, അവർ വിശ്വാസം. നിങ്ങൾ ഏരിയ കമ്മിറ്റിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുമോ? ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിക്ക് പോകാൻ പറ്റുമോ? പഞ്ചായത്ത് മെമ്പർക്ക് പോകാൻ പറ്റുമോ? നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്, അവരവിടെ നടത്തിക്കോട്ടെ. അപ്പോൾ പിന്നെ അതിനകത്ത് നിങ്ങൾ RSS ആയി, സംഘിയായി, ഇതായി എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി നിങ്ങൾ പോയി അലങ്കോലമാക്കും. ഈ അലങ്കോലം ആക്കുമ്പോൾ കുഴപ്പം എന്താ? നിങ്ങളുടെ പാർട്ടിയാണ് ഇല്ലാതാവുന്നതെന്നേ. ഇനിയിപ്പോൾ കോട്ടാത്തലയിൽ ഇപ്പോൾ അവിടെ നിയമലംഘനം പ്രഖ്യാപിച്ചു, നിരോധനാജ്ഞ വരുന്നു, അവിടെ പോലീസ് തമ്പ് ചെയ്യുന്നു. ഇതൊക്കെ ജനങ്ങളെ മനസ്സിലേക്ക് പോകില്ലേ? ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി നടന്ന അവസാനം ഓരോ വീട്ടിലും കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അതേ ജീവിച്ചിരിപ്പില്ല ചെന്ന് പറഞ്ഞു, ഞങ്ങൾ അയ്യപ്പ ഭക്തനാണ്, പിന്നെ അവിടെ മാളികപ്പുറം അയ്യപ്പനും കൂടെയുള്ള കല്യാണമൊക്കെ നടക്കണമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്, ഞാൻ അത് നടത്തിയില്ല. ഇപ്പോൾ സ്വരാജൊക്കെ പറഞ്ഞല്ലോ, കെട്ടിക്കൂടെ എന്നൊക്കെ ചോദിച്ച് കല്യാണം നടത്തിയേക്ക് പോകാമായിരുന്നു പറഞ്ഞ് വേണ്ട ബഹളം ഉണ്ടാക്കി. ഇവിടെ വിശ്വാസികളുടെ നാടാണ് അത്. ലാൻഡ് ഓഫ് സ്പിരിച്വാലിറ്റി, ലാൻഡ് ഓഫ് ബിലീവ്, വിശ്വാസികളുടെ നാടാണ്. അവരെ വിദ്യാഭ്യാസത്തിലൂടെ കുറേശ്ശെ മാറ്റിയെടുക്കുക, അതിൻ്റെ സാമൂഹ്യ പ്രചരണം നടത്തുക, അതിൻ്റെ വിദ്യാഭ്യാസ പ്രചരണം നടത്തുക, മാർക്സിസം പഠിപ്പിക്കുക, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അമ്പലത്തിൽ പോയി ബഹളം ഉണ്ടാക്കി അവിടുത്തെ പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരും ഒക്കെ വന്നിരുന്ന് അമ്പലത്തിൻ്റെ ആചാരങ്ങളൊക്കെ സംരക്ഷിക്കാൻ നോക്കുമ്പോൾ അവിടെ ചെന്ന് അടിയുണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, ഇതെന്ത് പാർട്ടി? നിങ്ങൾ ജനങ്ങളോടൊപ്പമാണ് നിൽക്കുന്നത്. എന്തായാലും അത് വാർത്തകളിൽ കണ്ടപ്പോൾ വളരെ വലിയ പ്രശ്നമുണ്ട്. നിങ്ങൾ കടയ്ക്കലിൽ കൊണ്ടുവന്ന് പുഷ്പൻ്റെ പാട്ട് വെച്ചു, വേണ്ട അലങ്കോലമായി അവസാനം സുപ്രീം കോടതിയും ഹൈക്കോടതിയും നമ്മുടെ ദേവസ്വം ബോർഡും എല്ലാം പ്രശാന്തും ഒക്കെ പറഞ്ഞു, അതിന് പറ്റില്ല, വിപ്ലവഗാനമൊന്നും പറ്റത്തില്ല, ക്യാബറയൊന്നും പറ്റത്തില്ല, വേടൻ പരിപാടികളൊന്നും, സൂര്യ വേടൻ പരിപാടികളൊന്നും പറ്റത്തില്ല, അമ്പലത്തിൽ ഭക്തിഗാനം മാത്രമേ പറ്റുകയുള്ളൂ. അമ്പലം വിശ്വാസികളുടേതാണ്, പള്ളി വിശ്വാസികളുടേതാണ്, ചർച്ച് വിശ്വാസികളുടേതാണ്. അവർ പോയി പ്രാർത്ഥിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടെ, അവരെ വിട്ടേക്കുക. അവരിടയിൽ പോയി ബഹളം ഉണ്ടാക്കാതെ അവർ വീട്ടിൽ വന്നതിന് ശേഷം പോയി കമ്മ്യൂണിസം പഠിപ്പിച്ച് അല്ലെങ്കിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ പഠിപ്പിച്ചിട്ട് അവരോട് പറയുക അമ്പലത്തിൽ പോകണ്ട. അങ്ങനെ ആളുകൾ മാറ്റുക, അല്ല അമ്പലത്തിൽ പോയി അടിയൊന്നും ഉണ്ടാക്കാതിരിക്കുക. അതൊരു മാന്യതയുടെ വിഷയമല്ലേ ഉള്ളത്. പക്ഷേ അതൊന്നും ചെയ്യാതിരിക്കുക, നിങ്ങൾക്ക് ഉള്ള വോട്ട് കൂടി നിങ്ങൾ കളയാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്.